ദാറുൽ ഹുദയെ മുന്നിൽ വന്നുകൊണ്ട് ദാറുൽ ഹുദയെയും അതിന്റെ സ്ഥാപക നേതാക്കന്മാരെയും അതിനെ നേതൃത്വം നൽകുന്ന ബഹാവുദ്ദീൻ ഖദ്രിയെയും ഒക്കെ മൂക്കിലേക്ക് അങ്ങ് വലിച്ചു കയറ്റാമെന്ന് CPM-കാരാ നീ ധരിച്ചിട്ടുണ്ടെങ്കിൽ ഈ ചമ്മാട്ടങ്ങാടി ഒരു പ്രകടനം നടത്താൻ മുസ്ലിം ലീഗിന്റെ കുട്ടികളുടെ പെർമിഷൻ നിങ്ങൾക്ക് ആവശ്യമായി വരുന്ന ഒരു ഘട്ടത്തിലേക്ക് ഞങ്ങൾ കൊണ്ടുപോകും. ദാറുൽ ഹുദ ഇവിടെ പറഞ്ഞതുപോലെ മണ്ണിട്ട് നികത്താൻ സംസ്ഥാന സർക്കാരിന്റെ എതിർപ്പൊന്നും ഇല്ലാതിരുന്ന കാലത്ത് മണ്ണിട്ട് നികത്തിയതാണ്. എന്നാൽ എതിർപ്പുണ്ടായതിനു ശേഷം മണ്ണിട്ട് നികത്തിയ സ്ഥാപനം അവിടെ ഉണ്ടല്ലോ. ആ ജാഥയിൽ പങ്കെടുത്ത നിങ്ങളുടെ നേതാവിന്റെ ഓഡിറ്റോറിയം നിയമത്തിന് തടുക്കാൻ കഴിയില്ലെങ്കിൽ അവിടെ വന്ന് പിക്കാസുമായി വന്ന് മാന്താൻ ഇവിടുത്തെ ലീഗുകാരൻ വിചാരിച്ചാൽ സാധിക്കും. നിങ്ങൾക്ക് ഈ സ്ഥാപനം ഉണ്ടാക്കാനും അതേപോലെ തന്നെ നിങ്ങൾക്ക് പള്ളികൾ നടത്താനും ഒക്കെ ഈ നാട്ടിൽ പെർമിഷൻ തന്നത് ഞങ്ങളാണ്. ഞങ്ങളോട് കളിക്കണ്ട. എന്റെ വാപ്പയാണ് വന്ന് നേതൃത്വം കൊടുത്തുകൊണ്ട് ആകെ 30 ആളെയും വെച്ച് നിങ്ങൾ ആ ഓഡിറ്റോറിയത്തിൽ ഒരു പരിപാടി നടത്തിയ അപഹാസ്യരായവരൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. ആ പരിപാടി പൊളിഞ്ഞതോടുകൂടി BJP-യോടൊപ്പം കൂടിയാലേ ഒരു വീരനിലുള്ള സീറ്റെങ്കിലും നിങ്ങൾക്ക് കിട്ടൂ എന്നുള്ള ബോധ്യം നിങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണല്ലോ നിങ്ങൾ BJP-യെ സുഖിപ്പിക്കാൻ കഴിയുന്ന മുദ്രാവാക്യവുമായി ഈ മുനിസിപ്പാലിറ്റിയിൽ നിങ്ങൾ ഇറങ്ങി തിരിച്ചിട്ടുള്ളത്. ഇവിടെ ചിലരൊക്കെ ഇന്നലെ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇവിടെ ജമാഅത്തുകാർ പ്രകടനം നടത്തിയത് നിങ്ങൾ ഡൽഹിയില് പലസ്തീനു വേണ്ടി പ്രകടനം നടത്തിയില്ല. നിങ്ങളെ വാപ്പുണ്ട് പലസ്തീനില്. അപ്പൊ നിങ്ങൾ പറയുന്നത് അത് മനുഷ്യർക്ക് വേണ്ടിയാണത്. ഇതും മനുഷ്യർക്ക് വേണ്ടി ഒന്ന് കൂട്ടിക്കോ, ഞങ്ങളുടെ സമുദായത്തിന് വേണ്ടി ഒന്ന് കൂട്ടിക്കോ. ഗുണ്ടായുസവുമായി വന്നാൽ മലിനജലത്തിന്റെ പ്രശ്നം പറഞ്ഞുകൊണ്ടല്ല, ആ കുട്ടികളെ ഭീകരവാദികളാക്കാൻ വന്നാൽ ആ സ്ഥാപനത്തെയും നദിയെയും കരിയേറ്റം ചെയ്യാൻ വേണ്ടി ഞങ്ങൾ കയറുമെന്ന് പറഞ്ഞാൽ കയറിവൻ തിരിച്ചു പോകില്ല. ഒരു സംശയവും വേണ്ട. മതത്തിനെതിരെ ഉറഞ്ഞതുള്ളൂ. മാലോകർക്കിത് പുത്തരിയല്ല, മാലോകർക്കിത് പുത്തരിയല്ല. മതവിരോധം പുറത്ത് ചാടിയ, മതവിരോധം പുറത്ത് ചാടിയ ആർട്ടിസ്റ്റുകളുടെ ഗുണ്ടാപടയുടെ, ആർട്ടിസ്റ്റുകളുടെ ഗുണ്ടാപടയുടെ അവസാനത്തെ ഉദാഹരണം കണ്ടു നമ്മൾ ചമ്മാട്.
സംരക്ഷിക്കൂ സംരക്ഷിക്കൂ കെട്ടിപ്പടുത്തത് ഞങ്ങൾക്കറിയാം. പള്ളിക മദ്രസ തകർത്തെറിഞ്ഞ് പണ്ട് ബുഖാറയിൽ റഷ്യയിലെ അങ്ങനെ പല പല നാടുകളിൽ ദീപം കൊണ്ട് വിദ്യാവഴിയിൽ നടക്കുമ്പോൾ ധാർമ്മികതയുടെ വഴി വെളിച്ചം ഊതി കൊടുക്കാൻ നോക്കുന്നവരെ അന്തംഗമി സഖാക്കളെ അന്തംഗമി സഖാക്കളെ നിങ്ങളെ ഓട്ടം ഉറങ്ങുണ്ട് സൂര്യനെ തടയാൻ നോക്കല്ലേ വിദ്യ എന്ന മഹറിൽ നിന്ന് മുക്കുകൾ വാറും മുതലുകളെ ലോകത്താകെ വെളിച്ചം വിതറി വിവരം കെട്ടൊരു കൂട്ടരെ പറ്റി പാർട്ടി അടിമകളാക്കുന്നവരെ നാണമില്ലേ നിങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുത്തത് ഞങ്ങൾക്കറിയാം പള്ളികൾ മദ്രസ തകർത്തെറിഞ്ഞ് പണ്ട് ബുഖാറയിൽ റഷ്യയിലെ അങ്ങനെ പല പല നാടുകളിൽ മതവിശ്വാസം ഇല്ലാതാക്കാൻ കോട്ടകൾ പണിത കമ്മ്യൂണിസം പകർന്നു പോയതറിഞ്ഞില്ലേ ഫാസിസ്റ്റുകളെ താലോലിക്കും പിണറായിയുടെ ദുഷ്ടലാക്ക് കേരള ജനത കാണുന്നുണ്ട് കേരള ജനത കാണുന്നുണ്ട് സ്ഥാപനങ്ങൾക്കെതിരെ തിരിഞ്ഞ് ഇനിയും പോരിന് വന്നാലേ ഇനിയും പോരിന് വന്നാലേ കണ്ടം വയ്യ ഓടിക്കോ ഓർത്ത് കളിച്ചോ CPM ദാരുൽഹുദയെ തൊട്ട് കളിച്ചാൽ ദാരുൽഹുദയെ തൊട്ട് കളിച്ചാൽ ഇസ്ലാമിനെ തൊട്ട് കളിച്ചാൽ തിരിച്ചടിക്കും സൂക്ഷിച്ചോ തിരിച്ചടിക്കും കട്ടായോ മുസ്ലിം ലീഗ് സിന്ദാബാദ് ആരാ പറയുന്നറിയാമോ പണക്കെട്ട പട്ടാളം മുസ്ലിം ലീഗ് സിന്ദാബാദ് പ്രകടനം സിന്ദാബാദ് ആ മാർച്ചിന് നിദാനമായി കൊണ്ട് ഉന്നയിച്ച വിഷയങ്ങൾ ഒന്ന് ദാറുൽഹുദയുടെ സ്ഥാപനത്തിൽ നിന്നുള്ള മാലിന്യങ്ങൾ അവിടുത്തെ പരിസരവാസികളുടെ കിണറുകൾ മലിനമാക്കുന്നു എന്നുള്ളതാണ്. ഇത്രയും കാലമായിട്ട് അവിടുത്തെ പരിസരവാസികൾ ആരും തന്നെ ദാറുൽഹുദയുടെ പ്രവർത്തനം കൊണ്ട് ഞങ്ങളുടെ കിണറുകൾ മലിനമായി എന്ന് പറഞ്ഞ് എവിടെയും ഒരു പരാതി നൽകിയിട്ടില്ല. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓഫീസിൽ നിന്ന് മലിനീകരണവുമായി ബന്ധപ്പെട്ട് നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് ഏതെങ്കിലും രീതിയിൽ കിണറുകൾ നശിപ്പിക്കുന്നതായി അറിഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു ഓഫീസിൽ നിന്ന് ഇതേവരെ ദാറുൽഹുദക്ക് ഒരു നോട്ടീസും കൈപ്പറ്റേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല. അതേപോലെ തന്നെ ജാഥയിൽ ഉന്നയിച്ച അല്ലെങ്കിൽ പ്രതിഷേധ മാർച്ചിൽ ഉന്നയിച്ച മറ്റൊരു വിഷയം ദാറുൽഹുദ നിർമ്മിച്ചത് വയൽ നികത്തിക്കൊണ്ടാണ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഞങ്ങൾ ആ കാര്യം നിഷേധിക്കുന്നില്ല. ദാറുൽഹുദ 1986 സ്ഥാപിതമായ സ്ഥാപനമാണ്. ആ സ്ഥാപനം വയൽ നികത്തി തന്നെയാണ് സ്ഥാപിച്ചിട്ടുള്ളത് എന്നുള്ളതും സത്യമാണ്. പക്ഷേ 1986 അതിനുശേഷവും കാലാകാലങ്ങളിൽ നിലനിന്നിട്ടുള്ള നിയമങ്ങളും ചട്ടങ്ങളും കൃത്യമായി പാലിച്ചുകൊണ്ടാണ് അവിടെ വയൽ നികത്തപ്പെട്ടതും അതേപോലെ തന്നെ കെട്ടിട സമുച്ചയങ്ങൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ള വസ്തുത പ്രിയപ്പെട്ട CPIM-ന്റെ പ്രവർത്തകന്മാർ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതെല്ലാം മാർച്ച് കൊണ്ട് ഉദ്ദേശിച്ചത് എന്താണെന്ന് ആ പ്രതിഷേധ മാർച്ചിലെ പ്രാസംഗികന്മാരുടെ വായിൽ നിന്നും വന്ന ഭീഷണി സ്വരങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.
സംഘപരിവാറിനെ വെല്ലുന്ന രീതിയിലുള്ള വർഗീയ പരാമർശങ്ങളാണ് CPIM-ന്റെ നേതാക്കന്മാരെന്ന് പറഞ്ഞുകൊണ്ട് ആ ജാഥയിൽ നിന്നും ദാറുൽ ഹുദക്കും വിശിഷ്ട മുസ്ലിം സമുദായത്തിനുമെതിരെ ഉറഞ്ഞു തുള്ളുന്ന സംസാരമുണ്ടായിട്ടുള്ളത്. അത്തരത്തിൽ ദാറുൽ ഹുദയെ തകർക്കാനുള്ള, ഇതേ രീതിയിൽ മുസ്ലിം സമുദായത്തിന്റെ സകല സ്ഥാപനങ്ങളും തകർക്കാനുള്ള ഗൂഢനീക്കത്തിനെതിരെയുള്ള സംരക്ഷണ ജാഥകളാണ് ഇന്നലെയും മിനിഞ്ഞാന്നുമായി ജില്ലയുടെ പല ഭാഗങ്ങളിലും പഞ്ചായത്ത് മുനിസിപ്പൽ ആസ്ഥാനങ്ങളിലും ഇന്ന് തിരുവരങ്ങാടി നഗരസഭയിലെ ചെമ്മാടി ടൗണിലും നടത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഈ പ്രതിഷേധം സംഘടിപ്പിച്ചത് എന്തിനു വേണ്ടിയാണ് എന്ന് സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി. ഈ സമരവുമായി ബന്ധപ്പെട്ട പ്രകടനം എന്തിനാണ് ചെമ്മാട്ട് ചുരുക്കിയത് എന്നൊരു പക്ഷേ നിങ്ങളുടെ മനസ്സിലുണ്ടാവും. രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, ബഹുമാനപ്പെട്ട പോലീസ് CI നമ്മളോട് വൈകുന്നേരമാണ് ജനങ്ങളെ കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നതിൽ നിന്ന് ഒഴിവാക്കി സഹകരിച്ചു തരണം എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ അഭ്യർത്ഥനയാണ് ഒന്ന്. രണ്ടാമത്തേത്, ഈ പ്രതിഷേധത്തിൽ പ്രകടനത്തെക്കാൾ CPM-കാരൻ നടത്തിയ കൊലവിളിക്ക് ഞങ്ങൾക്ക് സമൂഹത്തോട് പറയാനുള്ളത് പറഞ്ഞു തീർക്കാൻ കൂടി വേണ്ടിയാണ് പ്രകടനം നേരത്തെ നടത്തിയത്. ദാറുൽ ഹുദക്കെതിരായി കഴിഞ്ഞ ദിവസങ്ങളിൽ CPM ഏരിയ കമ്മിറ്റിയുടെ പേരിലാണ് ഒരു പരിപാടി നടന്നത്. CPM-ന്റെ തന്നെ പല പ്രവർത്തകന്മാരും ആ പരിപാടിയിൽ നിന്ന് വിട്ടുനിന്നിട്ടുണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. പിന്നെ തിരൂരങ്ങാടിയുടെ പുറത്തു നിന്നും ഇറക്കുമതി ചെയ്ത ആ തുണിയും അഴിച്ചു നോക്കിയാൽ കാക്കി കളസം നിർബന്ധമായും കാണാൻ കഴിയുന്ന കുറെ കിങ്കരന്മാരെയും കൊണ്ട് ദാറുൽ ഹുദയെ മുന്നിൽ വന്നുകൊണ്ട് ദാറുൽ ഹുദയെയും അതിന്റെ സ്ഥാപക നേതാക്കന്മാരെയും അതിനെ നേതൃത്വം നൽകുന്ന ബഹാവുദ്ദീൻ ലതിവേയും ഒക്കെ മൂക്കിലേക്ക് അങ്ങ് വലിച്ചു കയറ്റാമെന്ന് CPM-കാരാ നീ ധരിച്ചിട്ടുണ്ടെങ്കിൽ ഈ ചമ്മാട്ടങ്ങാടിയിൽ ഒരു പ്രകടനം നടത്താൻ മുസ്ലിം ലീഗിന്റെ കുട്ടികളുടെ പെർമിഷൻ നിങ്ങൾക്ക് ആവശ്യമായി വരുന്ന ഒരു ഘട്ടത്തിലേക്ക് ഞങ്ങൾ കൊണ്ടുപോകും. ഒരു സംശയവും വേണ്ട. CPM-കാരൻ ഈ പരിപാടി നടത്തിയപ്പോ അതിലെ പോസ്റ്ററിൽ പറഞ്ഞത് ഇവിടെ പറഞ്ഞതുപോലെ മലിനീകരണത്തിനെതിരെയാണ് ദാറുൽ ഹുദയുടെ. രണ്ടാമത്തെ കാര്യം മണ്ണിട്ട് തൂർക്കുന്നതിനെതിരെയാണ്. മലിനീകരണത്തിനെതിരെ മണ്ണിട്ട് തൂർക്കുന്നതിനെതിരെ എന്ന് പറഞ്ഞ് ബോർഡ് വെച്ച് ആ പരിപാടി നടത്തുമ്പോൾ ഞങ്ങൾ ആരും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയോ മൈൻഡ് ചെയ്യുകയോ ചെയ്തിട്ടില്ല. കാരണം അങ്ങനെ ഒരു പരിപാടി നടത്താൻ ഈ ജനാധിപത്യ രാജ്യത്ത് എല്ലാവർക്കും അവകാശമുണ്ട്. അങ്ങനെ ഒരു പരിപാടി ആരെങ്കിലും നടത്തിയാൽ അതിന് മറുപടി പറയേണ്ടത് ആ സ്ഥാപനമാണ്, സ്ഥാപനത്തിന്റെ മേധാവികളാണ്. ഈ ആളുകൾ സമരവുമായി വന്ന ആളുകൾ പറയുന്നതിൽ അതിൽ കഴമ്പുണ്ടെങ്കിൽ അവരത് സ്വീകരിക്കണം, അതല്ലെങ്കിൽ അവരതിന് വിശദീകരണം കൊടുക്കണം, അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കാണിച്ചു കൊടുക്കണം. ഇതാണ് ഇത് ചെയ്യാനുള്ളത്. പക്ഷേ ഇവിടെ നടന്നതെന്താ? നിങ്ങളൊരു കാരണം എഴുതി വെക്കുകയാണ്. ആ കാരണവും നിങ്ങൾ നടത്തിയ പരിപാടിയും തമ്മിൽ കുലബന്ധം പോലുമില്ല എന്ന് ഈ നാട്ടുകാർ മുഴുവൻ കാണുകയുണ്ടായി. ഈ നാട്ടുകാർക്ക് മുഴുവൻ കൃത്യമായി ബോധ്യപ്പെട്ടു. സംസ്ഥാനത്തെ പല മീഡിയകളും അവരുടെ പ്രസംഗത്തിന്റെ കട്ടിങ്ങുകൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രസിദ്ധീകരിക്കേണ്ടായി നമ്മൾ കണ്ടു. പിന്നെ എന്തിന്റെ പേരിലാണ് ഈ പരിപാടി? ഞാൻ ചോദിക്കട്ടെ, മാനിപ്പാടം മണ്ണിട്ട് തൂർക്കുന്നതാണ് പ്രശ്നമെങ്കിൽ മാനിപ്പാടം തുടങ്ങുന്ന സ്ഥലത്ത് നിന്ന് നമുക്ക് ആരംഭിക്കാം. ഓരോ സ്ഥാപനങ്ങളായി നമുക്ക് എണ്ണി നോക്കാം. ആ സ്ഥാപനങ്ങളിലും ബിൽഡിങ്ങുകളിലും കെട്ടിടങ്ങളിലും ഏറ്റവും അവസാനം കിടക്കുന്ന ദാറുൽ ഹുദയല്ലല്ലോ ആദ്യം സമരം നടത്തേണ്ടത്. ദാറുൽ ഹുദ ഇവിടെ പറഞ്ഞതുപോലെ മണ്ണിട്ട് നികത്താൻ സംസ്ഥാന സർക്കാരിന്റെ എതിർപ്പൊന്നും ഇല്ലാതിരുന്ന കാലത്ത് മണ്ണിട്ട് നികത്തിയതാണ്. എന്നാൽ എതിർപ്പുണ്ടായതിനു ശേഷം മണ്ണിട്ട് നികത്തിയ സ്ഥാപനം അവിടെ ഉണ്ടല്ലോ. ആ ജാഥയിൽ പങ്കെടുത്ത നിങ്ങളുടെ നേതാവിന്റെ ഓഡിറ്റോറിയം നിയമത്തിന് തടുക്കാൻ കഴിയില്ലെങ്കിൽ അവിടെ വന്ന് പിക്കാസുമായി വന്ന് മാന്താൻ ഇവിടുത്തെ ലീഗുകാരൻ വിചാരിച്ചാൽ സാധിക്കുള്ളൂ. എങ്ങനെ വന്നതാണെന്ന് ഞങ്ങൾക്കറിയാം. ചിലർ ചോദിക്കും, നിങ്ങളുടെ മുനിസിപ്പാലിറ്റിയല്ലേ ഭരിച്ചുകൊണ്ടിരുന്നത്, നിങ്ങളുടെ പഞ്ചായത്തല്ലേ ഭരിച്ചുകൊണ്ടിരുന്നത്? ആണ്, സംശയമൊന്നുമില്ല. പക്ഷേ പഞ്ചായത്തിന്റെയും മുനിസിപ്പാലിറ്റിയുടെയും ഒക്കെ തീരുമാനങ്ങളെ മറികടന്നുകൊണ്ടാണ് സംസ്ഥാന ഗവൺമെന്റിൽ നിന്നും പെർമിഷൻ വാങ്ങിക്കൊണ്ട് ഓർഡറുകൾ അടിച്ചുകൊണ്ട് അതിനുവേണ്ടി മാത്രമായി ഒരു സെക്രട്ടറിയെ ഇവിടെ പൈസ അടുത്ത തെരഞ്ഞെടുപ്പിൽ അതുകൊണ്ട് തന്നെ ഭൂരിപക്ഷ വർഗീയതയെ സന്തോഷിപ്പിക്കണം. അതിന് നിങ്ങൾ തീരുമാനിച്ചതിന്റെ ഭാഗമാണ് ഈ പറയുന്ന KT ജലീൽ
4-ലധികം തവണ സമീപകാലത്ത് ഈ പറയുന്ന ബഹാവുദ്ദീൻ ഉസ്താദിനെതിരെ വ്യക്തി പരാമർശം നടത്തിക്കൊണ്ട് പോസ്റ്റിട്ട ആളാണ്. എല്ലാ സമയത്തും മുസ്ലിം ലീഗിനെതിരെ മുസ്ലിം സമുദായത്തിനെ വർഗീയവൽക്കരിക്കാനും മലപ്പുറം ജില്ലയിലെ ഇകഴ്ത്തി കാണിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന വിജയരാഘവനെ നമുക്കറിയാം. മലപ്പുറം ജില്ലയിലെ CPM-ന്റെ നേതാവ് വിജയരാഘവനും KT ജലീലും ചേർന്നുകൊണ്ട് നടത്തിയ ഗൂഢാലോചനയുടെ ഫലമാണ് ദാറുൽ ഹുദക്കെതിരായിട്ടുള്ള ഈ നിന്ദ്യമായ സമരമെന്ന് ഞങ്ങൾ 100% വിശ്വസിക്കുന്നു. അങ്ങനെ ഒരു പ്ലാൻഡ് പരിപാടിയാണ് നിങ്ങളുടെ പരിപാടിയെങ്കിൽ അതിനെ എല്ലാ അർത്ഥത്തിലും നേരിടാൻ തയ്യാറായിക്കൊണ്ട് തന്നെയാണ് ഈ മഴയത്തും ഈ ജനസഞ്ചയം വീഡിയോ എടുക്കുന്നുണ്ടല്ലോ. ആ ധൈര്യത്തിൽ തന്നെ പറയുന്നത് ഗുണ്ടായുസവുമായി വന്നാൽ മലിനജലത്തിന്റെ പ്രശ്നം പറഞ്ഞുകൊണ്ടല്ല, ആ കുട്ടികളെ ഭീകരവാദികളാക്കാൻ വന്നാൽ ആ സ്ഥാപനത്തെയും നദിവിയെയും കരിയേറ്റം ചെയ്യാൻ വേണ്ടി ഞങ്ങൾ കയറുമെന്ന് പറഞ്ഞാൽ കയറിയവൻ തിരിച്ചു പോകില്ല, ഒരു സംശയവും വേണ്ട. ഈ തിരൂരങ്ങാടി ചമ്മാട്ടങ്ങാടി വന്ന് അങ്ങനെ പ്രസംഗിക്കാനൊക്കെ ധൈര്യം 40-50 തവണ നദിവി സാഹിബിന്റെ പേര് പറയുന്നു. മലിനജലവും മണ്ണിടലും നദിവിയും തമ്മിൽ എന്താണെന്ന് ഞാൻ ആവർത്തിച്ചു നിൽക്കുന്നു. KT ജലീലോ ഇവിടെയുള്ള സഖാക്കന്മാരോ മറുപടി പറയട്ടെ. എന്നിട്ട് ഈ സംഭവത്തെ വളച്ചൊടിക്കാൻ ശ്രമിക്കും. ഈ സമുദായത്തെ എനിക്ക് പറയാനുള്ളത്, നേതൃത്വം കൊടുത്തുകൊണ്ട് ആകെ 30 ആളെയും വെച്ച് നിങ്ങൾ ആ ഓഡിറ്റോറിയത്തിൽ ഒരു പരിപാടി നടത്തിയ അപഹാസ്യരായവരൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. ആ പരിപാടി പൊളിഞ്ഞതോടുകൂടി BJP-യോടൊപ്പം കൂടിയാൽ ഒരു വീരലിലുള്ള സീറ്റെങ്കിലും നിങ്ങൾക്ക് കിട്ടൂ എന്നുള്ള ബോധ്യം നിങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണല്ലോ നിങ്ങൾ BJP-യെ സുഖിപ്പിക്കാൻ കഴിയുന്ന മുദ്രാവാക്യവുമായി ഈ മുനിസിപ്പാലിറ്റിയിൽ നിങ്ങൾ ഇറങ്ങി തിരിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ എന്തിന് ഞങ്ങൾ പറയുന്നു താലിബാനിസം എന്നുള്ള വാക്കൊക്കെ RSS-കാരൻ ഉത്തരേന്ത്യയിൽ പറയുന്ന വാക്കാണ്. ഇവർ സമരം നടത്തുന്ന അതേ ദിവസം വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന വൃത്തികെട്ടവൻ ഈ നാട്ടിലൊരു പ്രസ്താവന നടത്തി. കേരളത്തിലെ മുസ്ലിങ്ങൾ രാജ്യദ്രോഹികളാണ്, ഈ നാട്ടിൽ നിന്ന് ഓടിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവരെ കൂട്ടമായി സംഘം ചേർന്നുകൊണ്ട് എല്ലാം തട്ടിയെടുക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു വാക്ക് ഒരാഴ്ച കഴിഞ്ഞിട്ട് വായിൽ നിന്നും വരാത്ത CPM എന്ന പാർട്ടിയാണ് ഇവിടെ വന്നുകൊണ്ട് നദിവിയെ കുറിച്ചും നദിവി പഠിപ്പിക്കുന്ന ഈ ചെറിയ മക്കളെ കുറിച്ചും താലിബാനികൾ തീവ്രവാദികൾ എന്ന് വിളിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. വെള്ളാപ്പള്ളിയോട് ഒരു വാക്ക് പറയാൻ നട്ടല്ലില്ലാത്ത നാടികൾ നിങ്ങൾ നദിവിയെ കുറിച്ചും ഈ പറയുന്ന സ്ഥാപനത്തെ കുറിച്ചും ഇങ്ങനെ പ്രസംഗിക്കാമെന്ന് വിചാരിച്ചോ? ഇവിടെ ചിലരൊക്കെ ഇങ്ങനെ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇവിടെ ജമാഅത്തുകാർ പ്രകടനം നടത്തിയത് നിങ്ങൾ ഡൽഹിയില് പലസ്തീനു വേണ്ടി പ്രകടനം നടത്തിയില്ല. നിങ്ങൾ വാപ്പുണ്ട് പലസ്തീനില്. അപ്പൊ നിങ്ങൾ പറയുന്നത് അത് മനുഷ്യർക്ക് വേണ്ടിയാണ്. ഇതും മനുഷ്യർക്ക് വേണ്ടി ഒന്ന് കൂട്ടിക്കോ, ഞങ്ങളുടെ സമുദായത്തിന് വേണ്ടി ഒന്ന് കൂട്ടിക്കോ. അങ്ങനെ കൂട്ടിക്കോ. ജമാഅത്ത് പ്രകടനത്തിൽ എന്താണ് നാളെ ചിലപ്പോ വേറെ ആരെങ്കിലും നടത്തും. എന്താ നടത്തിയാല് നിങ്ങൾ കൂട്ടുകൂടി ഒരുപാട് കാലം ഈ ചമ്മാട്ടങ്ങാടിയിൽ ഒന്നിച്ച് ലഭിച്ചത് ഞങ്ങളൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. എന്താ പറ്റാതായത്? അപ്പൊ അതൊന്നല്ല വിഷയം. ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ വാക്കുകൾ ഉപയോഗിച്ചാൽ NIA-യും അതേപോലുള്ള കേന്ദ്ര ഏജൻസികളുടെയും ഒക്കെ ശ്രദ്ധ ഇങ്ങോട്ട് വരും. മുസ്ലിം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചരിത്രം രചിച്ചുകൊണ്ടിരിക്കുന്ന ഇതേപോലുള്ള മക്കൾ ഇങ്ങനെ ഇറങ്ങി വരുന്നത് അവസാനിപ്പിക്കണം. കമ്മ്യൂണിസത്തെ സംരക്ഷിക്കാൻ ഏറ്റവും നല്ല എളുപ്പമുള്ള മാർഗം അതാണ്. അതിനുവേണ്ടിയുള്ള ഭീഷണികളാണ് ഇതൊക്കെ. ഫോട്ടോ നിനക്ക് ആണായി ജനിച്ചിട്ടുണ്ടെങ്കിൽ കാണിച്ചു തരാൻ സാധിക്കില്ല. ആണായി ജനിച്ചിട്ടുണ്ടെങ്കിൽ നീ നിന്റെ പോസ്റ്റിൽ തന്നെ കൊടുത്ത ഫോട്ടോ ഉണ്ടല്ലോ, അതെന്താ? കാരന്തൂർ മർക്കസിൽ അവിടുത്തെ പഠിക്കുന്ന ഒരു കോഴ്സുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികൾ പൈസ കൊടുത്ത് ചേർന്ന് പഠിച്ച് മുന്നോട്ട് പോകുന്നതിനിടയിൽ അറിഞ്ഞു ആ കോഴ്സിന് അനുമതിയില്ല എന്ന്. കുട്ടികളുടെ വർഷം പോയി. ആരാ സമരം തുടങ്ങിയത്? SKSSF. ആരാ സമരത്തിന് പിന്തുണ കൊടുത്തത്? SFI. ആരാ പിന്തുണ കൊടുത്തത്? KSU. SSF പോലും സമരത്തിന് പിന്തുണ കൊടുത്തു. എല്ലാം കഴിഞ്ഞപ്പോ MSF-ന്റെ നേതാക്കന്മാരും കൊടുത്തു ആ സമരത്തിന് പിന്തുണ. അത് മലിനീകരണത്തിനുമെതിരെ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഭൂമി നിരത്തിനെതിരെയുള്ള സമരമായിരുന്നില്ല ജലീലെ. വിദ്യാർത്ഥികളുടെ പ്രശ്നവുമായി ബന്ധപ്പെട്ട സമരമാണ്. വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട സമരത്തിൽ ഞങ്ങൾ പിന്തുണ കൊടുത്തിട്ടുണ്ട്. അത് കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ സ്ഥാപനത്തിൽ മാത്രമല്ല, ഞാൻ മാനേജിംഗ് കമ്മിറ്റി അംഗമായ ലീഗിന്റെ നേതാക്കന്മാർ നയിക്കുന്ന തിരൂരങ്ങാടി PSMO കോളേജിലേക്ക് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് MSF-ന്റെ കുട്ടികൾ വന്ന് ചോദിച്ചു, ഞങ്ങൾ അവിടുത്തെ പ്രിൻസിപ്പൽ വല്ലാതെ ഒറ്റ തിരിഞ്ഞ് ദ്രോഹിക്കുന്നു, ഞങ്ങൾ സമരം നടത്തട്ടെ. സമരം നടത്താൻ പെർമിഷൻ കൊടുത്ത പാർട്ടിയാണ് ലീഗ്. ഞങ്ങളുടെ നേതാക്കന്മാരെ നയിക്കുന്ന കോളേജിലേക്ക് ഞങ്ങളുടെ കുട്ടികൾ പ്രക്ഷോഭവുമായി ജാഥ നടത്തിയിട്ടുണ്ട്. ജലീലെ, നീ അവിടെ അധ്യാപകനായിരുന്നില്ലേ? ആ സ്ഥാപനത്തിലേക്ക്
ആ സ്ഥാപനത്തിലേക്ക് രാഷ്ട്രീയം ഞങ്ങൾ സ്ഥാപനങ്ങൾ നോക്കിയിട്ടല്ല ഈ പറയുന്ന പോലെ സ്ഥാപനങ്ങളിലേക്ക് മാർച്ചും രാഷ്ട്രീയ വിഷയങ്ങളും കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഈ പറയുന്ന തിരൂരങ്ങാടി എത്തിങ്ങാന, ഈ എത്തിങ്ങാനയിലേക്ക് തിരൂരങ്ങാടിയിലെ മലിനജലവുമായി ബന്ധപ്പെട്ട പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. മുമ്പ് എല്ലാവർക്കും അറിയാം. നാട്ടുകാർ ഒന്നിച്ച് ജാഥ നടത്തിയിട്ടില്ലേ? ഞങ്ങൾ ആരെങ്കിലും തടയാൻ പോയിട്ടുണ്ടോ? ലീഗിന്റെ സ്ഥാപനമല്ലേ. ഞങ്ങൾ ആരെങ്കിലും മറുപടി പറയാൻ പോയിട്ടുണ്ടോ? ഇല്ല. ഞങ്ങൾ മാനേജ്മെന്റിൽ സംസാരിച്ച ആ പ്രശ്നത്തിന് ലക്ഷക്കണക്കായ രൂപ ചെലവാക്കിക്കൊണ്ട് അന്നത്തെ സെക്രട്ടറി എം കെ ബാബാ സാഹിബ് എല്ലാ സഹായങ്ങളും ചെയ്തുകൊണ്ട് അത് തീർക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഞങ്ങൾ നടത്തിയത്. ഞങ്ങളുടെ സ്ഥാപനങ്ങളിലേക്ക് വന്നിട്ടുണ്ട് ജാഥ. നിങ്ങൾ നടത്തിക്കോ, ഞങ്ങൾക്കൊരു പരാതിയുമില്ല ജലീലെ. പക്ഷേ ജലീലിനോട് ഞങ്ങൾ ചോദിക്കുന്നു, മണ്ണിട്ട് നികത്തലും അതേപോലെ തന്നെ മലിനീകരണവും താലിബാലിസവും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ജലീലെ നീ പറഞ്ഞു തരണം. മണ്ണിട്ട് നികത്തലും കക്കൂസിലെ വെള്ളവും അല്ലെങ്കിൽ കുളിമുറിയിലെ വെള്ളവും താലിബാലിസവും തമ്മിലുള്ള ബന്ധം എന്താ? നിങ്ങൾ അവിടെ വന്ന് പറഞ്ഞതെന്താ? നിങ്ങൾ ആ പരിപാടി നടത്തിയത് എന്തിനാ? 1.5 മണിക്കൂറോളമുള്ള നിങ്ങളുടെ പ്രസംഗങ്ങളുടെ കട്ടിങ്ങുകൾ, 3 ആൾ പ്രസംഗിച്ച കട്ടിങ്ങുകൾ ഇന്നും സോഷ്യൽ മീഡിയയിൽ ഒഴുകുന്നുണ്ട്. ആ ഒഴുകുന്ന പ്രസംഗങ്ങളിൽ നിങ്ങൾ ആരെങ്കിലും കേട്ട് ഒരു മിനിറ്റ് ദാറുൽ ഹുദ നടത്തുന്ന മലിനീകരണത്തെ കുറിച്ച് പറയുന്ന 1 മിനിറ്റ് വീഡിയോ നിങ്ങൾക്ക് ആരെങ്കിലും കണ്ടോ? ദാറുൽ ഹുദ മണ്ണിട്ട് നികത്തുന്നതിനെ കുറിച്ച് പറയുന്ന 1 മിനിറ്റ് നിങ്ങൾ കണ്ടോ? 1.5 മണിക്കൂർ പ്രസംഗത്തിന്റെ പരിപാടിയിൽ 1 മണിക്കൂറും 25 മിനിറ്റും അഭിവന്യനായ ബഹാവുദ്ദീൻ നദിയെ തേജോവധം ചെയ്യാനും ആ പ്രസ്ഥാനത്തെ തകർക്കുന്നുവെന്ന് ഭീഷണിപ്പെടുത്താനും മാത്രമാണ് നിങ്ങൾ ഉപയോഗിച്ചത്. ഇന്ന കാരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ സമരം ചെയ്തത് എന്ന് ഉത്തരവാദപ്പെട്ടവർക്ക് രാഷ്ട്രീയ പാർട്ടികൾ നോട്ടീസ് കൊടുക്കണം. ഇവിടെ ഭരിക്കുന്ന നഗരസഭക്ക് ഇങ്ങനെ പ്രശ്നമുണ്ടെന്നും ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടായിട്ടില്ലെന്നും അത് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾ പ്രതിഷേധ പരിപാടി നടത്തുന്നു എന്ന് മുനിസിപ്പാലിറ്റിക്ക് നോട്ടീസ് കൊടുക്കണം. ഇതെല്ലാം അറിയാവുന്ന പാർട്ടിയാണ് അവർ. പക്ഷെ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് അവരുന്നയിച്ചു എന്ന് പറയുന്ന ഈ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാതെ ഒരു സ്ഥാപനത്തെ താറടിച്ച് കാണിക്കാനും അതിൻ്റെ നേതൃത്വത്തിലിരിക്കുന്ന ഉസ്താദിനെ മോശമാക്കി കാണിക്കാനും ഉള്ളൊരു ശ്രമം നടത്തി എന്നതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ ചേരാൻ തീരുമാനിച്ചത്. ഇല്ലെങ്കിൽ ഈ 2 പ്രശ്നം പറഞ്ഞുകൊണ്ടുള്ള സമരമാണെങ്കിൽ ഞങ്ങൾ തിരിഞ്ഞു നോക്കിയില്ല. ഞങ്ങൾക്ക് ആദ്യം തന്നെ അത് പ്രശ്നമില്ലാതെ അറിയാമായിരുന്നു. പക്ഷേ CPM നേതാക്കന്മാരോടൊക്കെ എനിക്ക് നന്ദിയുണ്ട്. കാരണം ഇങ്ങനെ പ്രകോപനപരമായ രീതിയിൽ പ്രസംഗം നടത്തിയതുകൊണ്ടാണ് എല്ലാ ലീഗുകാരും ഈ മഴയായിട്ടും ഇവിടെ അടിഞ്ഞുകൂടി എല്ലാവർക്കും ആവേശത്തോടുകൂടി ഇവിടെ വന്ന് പങ്കെടുത്തത്. എല്ലാവരും ഉറപ്പുവരുത്താൻ അവിടെ ആ സമരം വിജയിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് വാസ്തവം പറഞ്ഞാൽ എന്താണ് ഈ സമരത്തിന്റെ ഹേതു എന്ന് പറയുന്നത്? റഫീഖ് സൂചിപ്പിച്ചതുപോലെ അവിടെയുള്ള ഇത് നേതൃത്വം നൽകുന്ന ബഹാവുദ്ദീൻ ഉസ്താദിനോടുള്ള വ്യക്തിപരമായ വിരോധമാണ്. അദ്ദേഹം എല്ലായിടത്തൊക്കെ കമ്മ്യൂണിസത്തെ പറ്റി പറയും. കമ്മ്യൂണിസത്തിനെ താത്വികമായി എതിർക്കും. ആ എതിർപ്പ് മനസ്സിലാക്കിക്കൊണ്ടാണ് സ്ഥാപനത്തിന് അപ്പുറമായി ബഹാവുദ്ദീൻ ഉസ്താദിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള പ്രസംഗങ്ങളും പ്രതിഷേധം നടത്തുന്നത്. എന്തിനാണ് മാർക്സിസ്റ്റ് പാർട്ടി ഇതിൽ എതിർക്കേണ്ട കാര്യം എന്നുള്ളത്? മാർക്സിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് എന്ന് പറയാൻ പറ്റുമോ? CPIM എന്നാണ് പേര്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ബ്രാക്കറ്റിൽ മാർക്സിസ്റ്റ് പാർട്ടി. മാർക്സിസ്റ്റ് അതാ ചർച്ച. അപ്പൊ മാർക്സിസ്റ്റം കൊണ്ടാണല്ലോ നടക്കുന്നത്. നമ്മുടെ തിരുവരങ്ങാടി ഹോസ്പിറ്റലിന്റെ പ്രസവ വാർഡിന് കാണാം. പ്രസവമാണ് അവിടെ ആരെങ്കിലും സ്ത്രീകൾക്ക് വേണ്ടി എന്തിനാണോ എന്തിനാ കമ്മ്യൂണിസ്റ്റത്തിന്റെ കൂടെ ഒരു മാർക്സിസ്റ്റത്തെ പറ്റി ഇവർക്ക് അതേപ്പറ്റി ഒന്നും പറഞ്ഞുകൂടാന്നാണ് ഞാൻ അവരോട് പറയുന്നത്. നിങ്ങൾക്ക് കമ്മ്യൂണിസത്തെ പറ്റി അറിയണമെങ്കിൽ ബഹാവുദ്ദീൻ ഉസ്താദിനെ വിളിച്ചു വരുത്തി 1 മണിക്കൂർ ക്ലാസ് എടുക്കുക. എന്നാൽ കമ്മ്യൂണിസം എന്താണെന്നറിയാം. കമ്മ്യൂണിസം എന്ന് പറയുന്നത് ഈ കാണുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെല്ലാം മലയാളിമാരില്ലേ? തൊഴിലാളി വർഗ പാർട്ടിയാണോ? തൊഴിലാളികളുടെ പ്രശ്നം ഉന്നയിക്കുന്നുണ്ടോ? തൊഴിലാളികളെ ബാധിക്കുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നുണ്ടോ? അതിന്റെ വല്ല പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടോ? മുതലാളിമാരാണ് ഇവിടെ കൂടുന്നത്. മഹാസാമ്രാജ്യ ശക്തികൾ അമേരിക്ക പുസ്തകം പറയില്ലേ, അതുപോലെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള സമ്പന്നരായ ആളുകളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുള്ളത്. ആ കമ്മ്യൂണിസ്റ്റത്തെ പറ്റിയല്ല ഈ പറയുന്നത്. അവർക്ക് മനസ്സിലാവുന്നില്ല. ബഹാവുദ്ദീൻ ഉസ്താദ് പറയുന്നത് നിങ്ങളെ കമ്മ്യൂണിസ്റ്റത്തെ പറ്റിയല്ല,
ഇതിന്റെ താത്വികമായി കമ്മ്യൂണിസ്റ്റിന്റെ ആശയങ്ങളെ പറ്റിയാണ് പറയുന്നത്. അത് പറഞ്ഞുകൊണ്ടിരിക്കും. അത് പറയാൻ മതപണ്ഡിതന്മാർ അതിന് ഉത്തരവാദപ്പെട്ട ആളുകളാണ്. ജനങ്ങളോട് പറയുന്ന കാര്യം പറയേണ്ടി പറയും. അത് രാഷ്ട്രീയത്തിലുള്ള ബന്ധമോ ഇവിടെ നടക്കുന്ന മറ്റു കാര്യങ്ങളിലുള്ള ബന്ധങ്ങളോ സ്നേഹബന്ധങ്ങളോ തന്നെ കാര്യം. അത് കമ്മ്യൂണിസമാണ്. കമ്മ്യൂണിസ്റ്റെ പറ്റി ലോകത്ത് പണ്ഡിതന്മാർ വിലയിരുത്തിയിട്ടുള്ള കാര്യങ്ങൾ, ലോകത്തിലുള്ള ഇസ്ലാമിക പണ്ഡിതന്മാർ വിധി എഴുതിയ കാര്യങ്ങൾ, അവർ ഫത്വ കൊടുത്ത കാര്യങ്ങൾ എല്ലാം വെച്ചുകൊണ്ട് കമ്മ്യൂണിസം ലോകത്തിന്റെ ആപത്താണെന്നും കമ്മ്യൂണിസം ഉണ്ടായതിനു ശേഷം ഉണ്ടായിട്ടുള്ള സാംസ്കാരിക വിപ്ലവത്തിന്റെ ഫലമായി ഉണ്ടായിട്ടുള്ള കാര്യങ്ങളെ പറ്റി ജനങ്ങളോട് പറയാണ്. അതാ കമ്മ്യൂണിസം. സോവിയറ്റ് കമ്മ്യൂണിസം എന്നല്ലോ. എങ്ങനെയാണ് കമ്മ്യൂണിസം വന്നത്? അവിടെ പാവപ്പെട്ട മുസ്ലിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ശാസകരുടെ അധികാരത്തിൽ നിന്ന് അവരെ ഒഴിവാക്കി അവിടെ മുസ്ലിങ്ങൾക്കടക്കം ബന്ധമുള്ള ഭരണം വരുമെന്ന് വ്യാപിപ്പിച്ച് അവിടെ സാംസ്കാരിക വിപ്ലവം നടത്തി. ആ സാംസ്കാരിക വിപ്ലവത്തിന് ശേഷം സോവിയറ്റ് റഷ്യയിലെ സ്ഥിതി എന്തായിരുന്നു? അവിടെ കമ്മ്യൂണിസം നടപ്പിലാക്കാൻ തീരുമാനിച്ചു. ഇസ്ലാമിനെ നിരോധിച്ചു. ഒരൊറ്റ ആൾക്കും ഇസ്ലാമിയെ പേര് പറ്റില്ല. അവിടെയൊക്കെ സോവിയറ്റ് റഷ്യ നാമമാണ്. അതുകൊണ്ട് അരിക്ക് അരിമോവ് എന്ന പേര് വന്നു. ഒരൊറ്റ ആൾക്കും ഇവിടെ ഇസ്ലാമിയുടെ പേരിടാൻ പറ്റില്ല. എല്ലാ മതസംഘം കൂട്ടി എത്രയോ മഹാപണ്ഡിതന്മാരെ വധിക്കപ്പെടുകയുണ്ടായി. അനേകം ഗ്രന്ഥശാലകൾ ചുട്ടിച്ചപ്പലക്കപ്പെട്ടു. കമ്മ്യൂണിസം 70 വർഷക്കാലമായി സോവിയറ്റ് നടന്നു. അവസാനം ഗോർബച്ചോവിന്റെ കാലത്ത് സോവിയറ്റ് റഷ്യ അതിൽ നിന്ന് മോചിതമായി. എന്ത് ചെയ്തു നോക്കൂ. കബറടക്കം ചെയ്തൊക്കെ ഇസ്ലാം അസ്തമിച്ചു എന്ന് കഴിഞ്ഞ സ്ഥലത്ത് ഇസ്ലാമിക പതാക പിടിച്ച് അനേകം സ്വതന്ത്രമായ രാജ്യങ്ങൾ പുറത്തു വരികയും അവിടെ ഇസ്ലാമിന്റെ പ്രചരണവും മറ്റു കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്ന സാഹചര്യം അനേകം പള്ളികൾ വന്നു, മതസ്ഥാപനങ്ങൾ വന്നു. അതുകൊണ്ട് കമ്മ്യൂണിസം എന്ന് പറയുന്നത് അപകടകരമായിട്ടുള്ള പ്രത്യശാസ്ത്രമാണെന്നും അതൊരിക്കലും ഒരു ഇസ്ലാമിക വിശ്വാസപ്രകാരം അംഗീകരിക്കാൻ സാധ്യമല്ലെന്നും പറയാൻ നമ്മുടെ നാട്ടിലെ പണ്ഡിതന്മാർക്ക് അവകാശമുണ്ട്, ഉത്തരവാദിത്തമുണ്ട്. അതാണ് മഹാബുദ്ധിസ്ഥാനം നിർവഹിച്ചിട്ടുള്ളത്. അതിന് അദ്ദേഹത്തെ കുതിര കയറേണ്ട കാര്യമുണ്ടോ? അദ്ദേഹത്തെ കുതിര കയറേണ്ട യാതൊരു കാര്യമില്ല. പിന്നെ അവിടെ പഠിക്കുന്ന സിലബസിനെ പറ്റി ഇവർക്ക് അറിയാത്തവർ പറയാണ്. അവരെ കുറ്റപ്പെട്ട് കയറണം. അവിടുത്തെ സിലബസ് അറിയണ്ടേ? അവിടെ എന്താ നടക്കുന്ന അറിയണ്ടേ? അവിടുത്തെ സിലബസോ അവിടുത്തെ മറ്റു കാര്യങ്ങളെ സംബന്ധിച്ച് സാമാന്യമായ ബോധമുണ്ടെങ്കിലും ഇങ്ങനെ ആരും പ്രസംഗിക്കില്ല. ആരും അങ്ങനെ പ്രസംഗിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് കാര്യങ്ങൾ അറിയാതെ, കാര്യങ്ങൾ മനസ്സിലാക്കാതെ ഒരു മഹത്തായ സ്ഥാപനത്തെ താറടിച്ച് കാണിക്കുക എന്ന പാർട്ടിയുടെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു സമര പരിപാടിയാണ് അവർ നടത്തിയത്. അതുകൊണ്ടാണ് നമ്മുടെ സംവിധാനത്തെ അവരുടെ ഈ പ്രതിഷേധത്തെ നമ്മൾ നിൽക്കുന്നത്. ഇല്ലേ വ്യത്യാസമായ എല്ലാവർക്കും കുറേ അഭിപ്രായങ്ങളുണ്ട്, എന്തെല്ലാം ആളുകൾ പറയുന്നുണ്ട്. പക്ഷേ തെറ്റായ കാര്യങ്ങൾ പറയുക മാത്രമല്ല, മതത്തെയും മതചിഹ്നത്തെയും താറടിച്ച് കാണിക്കുന്ന സംവിധാനം വരികയും എല്ലാവരും ആദരിക്കുന്ന പണ്ഡിതന്മാരെ അവഹേളിക്കുകയും ഉന്നതമായ മതപഠന സ്ഥാപനത്തെ ഇല്ലായ്മ ചെയ്യുകയും അപകീർത്തിപ്പെടുകയും ചെയ്യുമ്പോൾ അതിന്റെ സത്യം ജനങ്ങളോട് തുറന്നു പറയാൻ മുസ്ലിം ലീഗ് പോലെയുള്ള പാർട്ടിക്ക് അവകാശമുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഞങ്ങൾ അങ്ങനെ ആരെങ്കിലും ഭീഷണിപ്പെടുത്തുന്ന സംഘടനയില്ല. അടിച്ചാൽ തിരിച്ചടിക്കും എന്നതാണ് ഞങ്ങളുടെ പ്രതിഷേധത്തിന്റെ സ്വഭാവം. അല്ല നേരിട്ട് പോയിച്ചില്ല. ഇങ്ങോട്ട് അടിച്ചാൽ തിരിച്ചടിക്കും. അതിനൊരു ജനാധിപത്യപരമായ ഒരു മാർഗം തന്നെയാണ്. നിങ്ങളുടെ CPM-ന്റെ RSSന്റെ മുഖം തുറന്നു കാണിക്കാനാണ് ഈ സംഗമം. നിങ്ങൾ എവിടെയുള്ളത്, നിങ്ങൾ എന്താ സംഭവം എന്താണ് എന്ന് ജനങ്ങൾ അറിയണം. അത് ജനങ്ങൾ അറിയാൻ വേണ്ടി ഇങ്ങനത്തെ ഓരോരുത്തർ പ്രസംഗിക്കുന്നത് ഇത് തന്നെയാണ്. അത് നല്ലൊരു കാര്യമല്ല, നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താണത് പറഞ്ഞുകൊണ്ടിരിക്കുക എനിക്ക് മനസ്സിലാകുന്നില്ല. എന്ത് താലിബാനിസം എന്നാണ്? എന്താണ് ഇവിടെ താലിബാനിസം പഠിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഈ പഠിപ്പിക്കണമെന്ന് മനസ്സിലാക്കട്ടെ. അറിയില്ലെങ്കിൽ അവർക്ക് ഏതേ കുട്ടികൾ വെച്ചിട്ട് നിങ്ങൾ എന്തൊക്കെയാണ് പഠിക്കുന്നത് ചോദിക്കട്ടെ, മനസ്സിലാക്കട്ടെ. ഈ തിരുവരങ്ങാടി പോലത്തെ സ്ഥലത്ത് ഇത്ര നന്നാ നടക്കുന്ന സ്ഥാപനത്തിന്റെ നടത്തിപ്പ് എങ്ങനെയാണ്? അവിടെ എന്താണ് പഠിപ്പിക്കുന്നത്? ഇവിടുന്ന് പോയ കുട്ടികള് ലോകത്ത് എന്തൊക്കെ ചെയ്യുന്നത്? അവർ പിന്നെ ഭീകരവാദം പ്രചരിപ്പിക്കുകയാണോ? അതോ താലിബാനിസം പ്രചരിപ്പിക്കുകയാണോ? അതോ നാട്ടിൽ അരാജകത്വം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണോ? രാജ്യദ്രോഹ പ്രവർത്തനം നടത്തുകയാണോ? എന്താണെന്ന് അന്വേഷിച്ചാൽ
അതിന് സംവിധാനങ്ങൾക്കുണ്ടല്ലോ. പക്ഷെ അതൊന്നുമല്ല പ്രശ്നം. കമ്മ്യൂണിസത്തെ പറ്റി കിട്ടുന്ന സ്ഥലത്തൊക്കെ ഭാവതി മൂല്യം പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ പറയരുത്. ഞങ്ങൾ ഭരിക്കുന്ന നാട്ടിൽ കമ്മ്യൂണിസത്തെ പറ്റി പറയേ അത് അനുവദിക്കുകയാണ്. എന്നാൽ അത് അനുവദിക്കും, അത് അനുവദിക്കുക തന്നെ ചെയ്യും. ആ ശബ്ദം ഉയർത്തിപ്പിടിക്കാനുള്ള പോരാട്ടമാണ് മുസ്ലിം ലീഗ് പാർട്ടി നടത്തുന്നത്. അത് എവിടെയാണെങ്കിലും ഏത് സ്ഥാപനത്തിന്റെ നേരെയാണെങ്കിലും എങ്ങനെ ആക്രോശിച്ചു വന്നാൽ അതിനെ നേരിടാനും അത് പറ്റില്ലെന്ന് പറയാനും അതൊരിക്കലും അംഗീകരിക്കലെന്ന് പറയാനും മുസ്ലിം ലീഗ് പാർട്ടി എല്ലാവരുടെയും മുമ്പിൽ ഉണ്ടാകും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചിന്തിക്കണം. എന്താ നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത്? ഇവിടെ വള്ളപ്പള്ളിന്റെ കാര്യം പറഞ്ഞില്ല. വള്ളപ്പള്ളി ശരിയാണില്ല. കേരള സംസ്ഥാനത്തിന്റെ നവോത്ഥാന സമിതിയുടെ ചെയർമാനാണ്, അല്ലെ? ചെയർമാനാണ്. എന്തെല്ലാം പ്രയാസം പറയുന്നുണ്ട്. മുസ്ലിങ്ങളെ പറ്റി എന്തൊക്കെ പറഞ്ഞുകൊടുക്കുന്നത്? മലപ്പുറത്ത് ഹിന്ദുക്കൾ ജീവിക്കാൻ പറ്റൂല, ഇവിടെ അവർ ബുദ്ധിമുട്ടാണ് ജീവിക്കാൻ, മുസ്ലിം സ്ത്രീകൾ പെറ്റി വരികയാണ്, ഇവിടെ ഇസ്ലാമിക രാജ്യം ഉണ്ടാക്കുകയാണ്, എന്തെല്ലാം പറഞ്ഞു. ഒരക്ഷരം ഈ വന്ന് പ്രസംഗിച്ച് ഏതെങ്കിലും നേതാവ് വള്ളോപ്പള്ളിയുടെ ഈ വിഷലിപ്തമായിട്ടുള്ള പ്രസംഗത്തെ പറ്റി ഒരക്ഷരം പറഞ്ഞിട്ടുണ്ടോ? ഇന്ന് വരെ എവിടെയെങ്കിലും ഒരു കേസെടുത്തിട്ടുണ്ടോ? മറിച്ച് അവിടെ പോയിട്ട് പിണറായി വിജയൻ അദ്ദേഹത്തെ പുകഴ്ത്തി പ്രസംഗിക്കും. ഇത് പ്രസംഗിക്കുന്ന സ്റ്റേജിൽ സംസ്ഥാനത്തെ ഒരു മന്ത്രി അദ്ദേഹത്തിന്റെ ധീരതയെ പ്രകീർത്തിച്ചുകൊണ്ട് പ്രസംഗിക്കും. അപ്പൊ ഇവിടെ മുസ്ലിങ്ങൾ നേരെ ആർക്കും കുതിര കയറാം, അതൊക്കെ നോക്കിയിരിക്കാം, അതൊന്നും കണ്ടില്ലെന്നടിക്കാം എന്നാണ് CP ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഉദ്ദേശിക്കേണ്ട. വളരെ ശക്തമായ രീതിയിൽ ഇവിടെ ഇതുപോലെയുള്ള ന്യൂനപക്ഷങ്ങൾക്കെതിരായി മുസ്ലിം സമുദായത്തിനെതിരായി വരുന്ന എല്ലാ നീക്കങ്ങളെയും അതിശക്തമായി നേരിട്ടുകൊണ്ട് ജനങ്ങളുടെ സത്യം തുറന്നു പറഞ്ഞുകൊണ്ട് ഈ നാട്ടിൽ CPM നടത്തിക്കൊണ്ടിരിക്കുന്ന തെറ്റായ ഇതുപോലെയുള്ള എല്ലാ പ്രചാരണങ്ങൾക്കെയും എതിരായി മുന്നോട്ട് പോകാനുള്ള ശക്തി മുസ്ലിം ലീഗ് പാർട്ടിക്കുണ്ട്, ജനാധിപത്യ സംവിധാനത്തിനുണ്ട്. അതുകൊണ്ട് ഇതുപോലെയുള്ള നീക്കത്തിൽ നിന്ന് മാർക്സിസ്റ്റ് പാർട്ടി പിന്തിരിയണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സംഗമത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ച് അറിയിച്ചുകൊണ്ട് ഞാൻ വിരമിക്കുന്നു. പ്രിയപ്പെട്ട റഫീഖ് സാഹിബ് കൂടെ സൂചിപ്പിച്ചു, ഞങ്ങളൊരു വരവ് അങ്ങോട്ടേക്ക് വരുന്നവർ, ആ വരവിന് ചെമ്മാട് കടന്ന് അങ്ങോട്ടേക്ക് പോകാൻ ഞങ്ങൾ ലീഗുകാരെ ഈ അലവിയെ അയക്കില്ല എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. മാനിപ്പാടത്തേക്കാണ് പോണല്ലോ. ഇപ്പൊ കഴിഞ്ഞ ദിവസം അതായത് CP പറയുന്നത് പുഴയ്ക്കെടുത്ത് ചാടേണ്ടി വരുന്ന അപ്പോ നമ്മൾ കഴിഞ്ഞ ദിവസം ഇവിടെ ആരോഗ്യമന്ത്രി വന്ന സമയത്ത് സ്വാഭാവികമായും നമ്മൾ കരിങ്കൊടി കാണിക്കും എന്ന് ഭയപ്പെട്ട് അവർ റൂട്ട് മാറ്റി പോകുന്നൊരു സാഹചര്യം ഉണ്ടായി. അതുപോലെ നമ്മളെ ഒളിച്ച് പല വഴിക്കും കടക്കേണ്ടി വരുന്ന സാഹചര്യം ഈ അലവിക്കുണ്ടാവും. അലവി സൂക്ഷിക്കുന്നത് നല്ലതാണ്. തിരൂരങ്ങാടിയിൽ വന്ന് പെരുമണ്ടയിൽ നിന്നും വന്ന് തിരൂരങ്ങാടിയിൽ വന്ന് തൊള്ളി തോന്നിയത് വിളിച്ചു പറഞ്ഞങ്ങ് പോകാം എന്ന് കരുതരുത്. പറഞ്ഞത് പറഞ്ഞു. ഇവിടെ നേതാക്കളൊക്കെ പറഞ്ഞു ഇതൊരു സൂചന മാത്രമാണ്. ഈ സൂചന എന്നുള്ളത് ഈ സൂചന കണ്ട് പഠിച്ചില്ലെങ്കിൽ അതിന്റെ രൂപം എന്താകും എന്നുള്ളത് നാട്ടിലെ CPM-കാർക്ക് ഈ തിരൂരങ്ങാടിയിലെ CPM-കാർക്ക് കൃത്യമായിട്ട് അറിയാം. അതിന് ഏത് രീതിയിൽ നേരിടണം എന്നും ഇവിടെ സൂചിപ്പിച്ചു. സ്വാഭാവികമായിട്ടും മറ്റൊരു പരിപാടി CPM-ന് ഇവിടെ അറേഞ്ച് ചെയ്യണമെങ്കിൽ അതിന് ലീഗുകാരുടെ പെർമിഷൻ എടുക്കേണ്ട സാഹചര്യത്തിലേക്ക് നിങ്ങൾ പോകും എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. ഞങ്ങൾ അത്തരം സംഗതികളിലേക്ക് കടക്കാറില്ല. ഈ കാർത്തികേയനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം എന്നറിയില്ല. പരപ്പനങ്ങാടിയിലെ നിരവധി വിഷയങ്ങളിൽ ഇദ്ദേഹത്തിന്റെ സമരങ്ങളും ഇദ്ദേഹത്തിന്റെ നിലപാടുകളൊക്കെ മുസ്ലിം വിരുദ്ധമാണ്. കേവലം ഇന്നത്തെ മാത്രമല്ല, ഈ പരപ്പനങ്ങാടി പ്രദേശത്തുള്ള ഇഷ്ടംപോലെ ആളുകൾ, അത് മാത്രമല്ല EMS-ന്റെ നേതൃത്വത്തിൽ ഒരു ആശുപത്രി അവിടെ ഉണ്ടല്ലോ, AKG ആശുപത്രി, EMS-ന്റെ നേതൃത്വം അവിടെ മുഴുവനായിട്ടും മണ്ണിട്ട് നികത്തിയിട്ടാണ് ആ ആശുപത്രി അവിടെ നടക്കുന്നത്. അതിന്റെ പരാതികൾ CPM-കാർ തന്നെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകും. അത് മാത്രമല്ല, അവിടെ ഒരു സിദ്ദീഖിന്റെ പേരിൽ നമ്മുടെ മാനിപ്പാടത്ത് തന്നെ അവരുടെ നേതാവാണ് അദ്ദേഹം. ആ നേതാവിന്റെ പേരിലുള്ള ഓഡിറ്റോറിയം അനധികൃതമാണെന്നും അത് പൊളിച്ചു നീക്കണമെന്നും പറഞ്ഞ് നഗരസഭ കത്ത് കൊടുത്തിട്ടുണ്ട്. അതിന്റെ ചെയർമാനാണ് ഈ ഇരിക്കുന്നത്. അവിടെ ഇത്ര രൂപ പിഴയും അവർ കിട്ടുന്നുണ്ട്. അതൊക്കെ അവിടെ നിലനിൽക്കെ ദാറുൽ ഹുദക്കെതിരെ നടത്തിയ സമരം, അത് ഈ സമരം എന്നുള്ള നിലക്ക് മാത്രം ഞങ്ങൾ അവസാനിപ്പിക്കണം. ഈ അവസാനിപ്പിക്കും എന്ന് പറഞ്ഞത് അത് ഒരു ബലഹീനതയായി കാണേണ്ടതില്ല.
ബലഹീനതയായി കാണേണ്ടതില്ല. ഏത് രീതിയിലും ഇവിടെ ഇങ്ങനെ ഈ തിരുവരങ്ങാടി മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ട് മണ്ണ് മാഫിയക്കാരുടെ ലിസ്റ്റ് ഒന്ന് എടുത്തു. മണ്ണ് മാഫിയക്കാരുടെ ലിസ്റ്റ് എടുത്തപ്പോൾ ആദ്യം പേര് വരുന്നത് ഈ അഡ്വക്കേറ്റിന്റെ ആണ്. അഡ്വക്കേറ്റിന്റെ അഞ്ചനും കൂടിയാണ് ഈ തിരുവരങ്ങാടി മുഴുവൻ പറമ്പാക്കിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കരാറെടുത്ത് തീർത്തതാണ് കുറെ കാലം. അദ്ദേഹത്തിന്റെ ജോലി തന്നെ അതായിരുന്നു. ഈ മണ്ണിട്ട് നികത്തി ഇതിന്റെ ഇടയ്ക്ക് 1980 കാലഘട്ടത്തിൽ, അത് മാത്രമല്ല അതിന്റെ അടുത്തുള്ള പല തൂക്കലും സെന്റിന് കരാറ് വെച്ചെടുത്തത് ഇദ്ദേഹത്തിന്റെ അനിയനാണത്ര. ഇദ്ദേഹത്തിന്റെ അനിയൻ കരാറെടുത്ത് തൂർത്ത ഭൂമിയിൽ വന്നിട്ടാണ് ഇയാൾ ഈ വക പ്രസംഗം നടത്തുന്നത്. ആ തൂർത്തതിനെ കുറിച്ച് പ്രസംഗിച്ചിട്ടാണെങ്കിൽ കുഴപ്പമില്ല. എന്താണ് അവിടെ വിളിച്ചത്? RSSന്റെ ചട്ടുകമായി പ്രവർത്തിക്കുന്ന തരത്തിലേക്ക് ഒരു വക്കീലിന് ഇങ്ങനെ തരം താഴാൻ കഴിയും. ഈ വക്കീലിന്റെ പേര് ഞാൻ ഉച്ചരിപ്പിച്ചത് അറിയാത്തത് കൊണ്ടല്ല. ഈ സംഭവം ഉണ്ടായപ്പോൾ 2017 ഒരു വീഡിയോ എനിക്ക് അയച്ചു. ആ വീഡിയോ ഒരു സുഹൃത്ത് അയച്ചതാണ്. ആ വീഡിയോ ഒരു ചാനലിൽ വന്ന വാർത്തയാണ്. ആ ചാനലിലെ വാർത്ത എന്താ വെച്ചാൽ, ഒരു പ്രവാസിയായ വ്യക്തിയെ അയാൾ വർഷങ്ങളോളം ഗൾഫിൽ പണിയെടുത്ത് ഉണ്ടാക്കിയ പണം തട്ടി. ആ തട്ടിയതിൽ ഈ മഹാനുണ്ട്, ഈ അഡ്വക്കേറ്റ് ഉണ്ട്. അതായത് വെള്ളാർപ്പാടം കണ്ടെയ്നർ ടെർമിനലിൽ ബിസിനസ് ആരംഭിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ സമ്പാദ്യം മുഴുവൻ തട്ടിയെടുത്ത വ്യക്തിയാണ് ദാറുൽഹുദക്കും പ്രിയപ്പെട്ട നദീബിക്കുമെതിരെ ഇല്ലാത്ത ആരോപണങ്ങളും അതുപോലെ തന്നെ മറുപടിയും പറയാൻ വന്നിട്ടുള്ളത്. അദ്ദേഹത്തിനെതിരെ ആ പ്രവാസി പരാതി കൊടുത്ത് കാത്തിരിക്കുകയാണ്. അപ്പൊ അത്തരം സംഭവങ്ങളിൽ, അതായത് നിരവധി കേസുകളിൽ പ്രതികളായ വ്യക്തികൾ വന്നിട്ട് പ്രിയപ്പെട്ട ഉസ്താദിനെതിരെ തൊള്ളി തോന്നിയത് പറഞ്ഞാൽ, ഇവിടെ പറഞ്ഞല്ലോ പ്രിയപ്പെട്ട റഫീഖ് മുജാഹിദ് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ആളാണ്. ഞാൻ ഒരു സുന്നി സമസ്തയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളാണ്. അതുപോലെ തന്നെ അവിടെ ഇരിക്കുന്നവരൊക്കെ വ്യത്യസ്ത വിഭാഗങ്ങളാണ്. ഞങ്ങൾക്കെല്ലാവർക്കും ഒരുമിച്ച് നിൽക്കാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും അതുപോലെ തന്നെ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബുദങ്ങളുണ്ട്. ഞങ്ങൾ ഐക്യത്തോടെ ഒറ്റക്കെട്ടായി ഞങ്ങളുടെ ദാറുൽഹുദ എന്ന് പറയുന്നത് സമസ്തയുടെ സ്ഥാപനമാണ്. ആ സമസ്തയുടെ സ്ഥാപനത്തിനെതിരെയുള്ള വെല്ലുവിളി CPM നടത്തിയപ്പോൾ അതിനെതിരെ ആദ്യം പ്രസംഗിച്ചത് ഒരു മുജാഹിദുകാരനായ റഫീഖ് പാറക്കലാണ്. ഇത് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടിയുടെ ഐഡന്റിറ്റി തന്നെ എല്ലാ മുസ്ലിം സംഘടനകളെയും ഒരുമിച്ച് നിർത്തി മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഈ ദാറുൽഹുദക്ക് ഒപ്പം തന്നെ നിൽക്കുന്ന പ്രിയപ്പെട്ട കുതുബ് സമാൻ സ്കൂൾ, ആ വിദ്യാഭ്യാസ സ്ഥാപനം സംരക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. അതിനെതിരെ പലരും ചോദിച്ചു, നിങ്ങൾ മറ്റേ കുതുബ് സമാനിലേക്ക് സമരം നടത്തിക്കൊള്ളുന്നു. കാരണം കുതുബ് സമാനും വിദ്യാഭ്യാസ സ്ഥാപനമാണ്, അതും സംരക്ഷിക്കപ്പെടണം എന്ന് തന്നെയാണ് ലീഗിന്റെ നിലപാട്. അല്ലാതെ അത് നശിപ്പിക്കണം എന്ന് ഒരു മുസ്ലിം ലീഗുകാരനും അങ്ങനെ ഒരു ഉദ്ദേശമില്ല. CPM-കാരൻ പറഞ്ഞത് ഞങ്ങൾ ദാറുൽഹുദയിലേക്ക് നടത്തിയതുപോലെ നിങ്ങൾ കുതുബ് സമാനിലേക്ക് നടത്തിക്കൊള്ളും എന്നാ പറയുന്നത്. എന്നാൽ അങ്ങനെ ഒരു ഉദ്ദേശം ഞങ്ങൾക്കില്ല. അവരും ഞങ്ങളുടെ സഹോദര സ്ഥാപനം തന്നെയാണ്, അതിനെയും ഞങ്ങൾ സംരക്ഷിക്കും എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ ഈ അതേസമയം അവിടെ നിരവധി ബിസിനസ് സ്ഥാപനങ്ങളുണ്ട്. ഈ പറയുന്ന CPM-ന്റെ നേതാവായ ആ നേതാവിന്റെ പേരിലുള്ള ഗ്രീൻലാൻഡ് ഓഡിറ്റോറിയം ഉണ്ട്. അതേപോലെ തന്നെ ഈ പുഴയിലേക്ക് ചേർന്ന് തന്നെ ഇവിടുത്തെ ഒരു ഏരിയ നേതാവുണ്ട്. ഏരിയ ഉണ്ടല്ലോ, ആ ഷാഫിന്റെ ബ്രാഞ്ച് സെക്രട്ടറിയുടെ അവിടെയുള്ള കെട്ടിടം പൊതുവഴി കയ്യേറിയിട്ടുള്ളതാണ്. അത് CPM-കാർ അറിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അന്വേഷിക്കാം. അവിടെ ഒരു വെള്ള പെയിന്റ് അടിച്ച 3 നില ബിൽഡിംഗ് അവിടെ ഉയർന്നിട്ടുണ്ട്. അത് നിങ്ങളുടെ ബ്രാഞ്ച് സെക്രട്ടറിയുടേതാണ്. ആ സെക്രട്ടറിയുടെ കയ്യേറ്റത്തിൽ ഇതുവരെ നമ്പർ കിട്ടിയിരുന്നത് വരെ സംശയമാണ്. അതായത് പുഴയിലേക്കുള്ള വഴി കയ്യേറിയിട്ട് കെട്ടിടം നിർമ്മിച്ചിട്ട് ദാറുൽഹുദക്കെതിരെ കുതിര കയറണത് അത് എങ്ങനെ അനുവദിക്കാൻ കഴിയാം? അത് മാത്രമാണോ? അവിടെ ഹൈലൈറ്റ് മാളിന്റെ നിർമ്മാണം നടക്കുന്നുണ്ട്. ഈ മാളിന്റെ നിർമ്മാണത്തിനൊന്നും നമ്മളെതിരായിട്ടല്ല. പക്ഷെ ഈ വയൽ നികത്തി നിർമ്മിക്കുന്ന സംഗതികൾ പറയുമ്പോൾ എന്തുകൊണ്ട് ദാറുൽഹുദ മാത്രം? എല്ലാ സ്ഥാപനങ്ങളും അങ്ങനെ തന്നെയല്ലേ? അതുകൊണ്ടാണ് ഈ വിഷയത്തിൽ കൂടുതലായിട്ട് ഒന്നും പറയുന്നില്ല. വളരെ മാന്യമായിട്ട് സംസാരിച്ച് കാര്യങ്ങൾ പ്രിയപ്പെട്ട മജീദ് സാഹിബൊക്കെ ഇത്രത്തോളം ഗൗരവത്തിൽ സംസാരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചല്ല. അപ്പോൾ മജീദ് സാഹിബിനേക്കാൾ മറികടന്ന് ഞാനൊരു അഭിപ്രായം കൂടുതലായിട്ട് പറയുന്നത് ശരിയല്ല. ഇവരൊക്കെ പറഞ്ഞ പോലെ തന്നെ
ഇനിയും ഒരു പരിപാടി ഞങ്ങളെ കൊണ്ട് വെപ്പിക്കരുത് എന്ന് മാത്രമാണ് ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. ഈ പരിപാടി എന്നുള്ളത് പൊതു സ്റ്റേജ് കെട്ടിയിട്ടുള്ള പരിപാടികളായിരിക്കില്ല. നിങ്ങളൊക്കെ മണ്ണിട്ട് നികത്തിയ നിങ്ങളെ വീടിന്റെ അടിത്തറയടക്കം ഞങ്ങൾ മാറ്റുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ പോകരുത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.